ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് ആ ദിവസം വന്നെത്തിയത്. ഇവൾക്ക് ചോറ് കൊടുക്കാനാണ് പോകുന്നുള്ളത്. മല്ല അമ്പലത്തിൽ നിന്നാണ് ആദ്യം ചോറ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ ഇത്രയും നാളും ഇവക്ക് ചോറ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇത് 9ാം മാസമാണ് ഇവക്ക് നടക്കുന്നുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 മാസത്തിലാണ് കുഞ്ഞിക്ക് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ 7ാം മാസം ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു ഡിസംബറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്മസിൻ്റെ ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ എൻ്റെ ഇളയപ്പൻ മരിച്ചതുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, എൻ്റെ പപ്പ, അമ്മ, ഹസ്ബൻഡ്, അനിയത്തിയും പിന്നെ ഒരു മൂത്തമ്മയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ചെവിയൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു. ആ ചെവി ഇങ്ങനെ വലിയ കമ്മൽ കണ്ടിട്ട് ഓളത് വലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ ചുറ്റും വരുന്നുള്ളതാണ് അമ്പലത്തിലേക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് ചിത്രമൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ കാണുന്നത് ഓളിങ്ങനെ നോക്കുന്നുള്ളതാണ്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. ഇവക്ക് അമ്മ മുടി കെട്ടി കൊടുത്തതാണ്. ഇപ്പോൾ ഇവളെ മുടി കെട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ മുടി ഇങ്ങനെ എന്തോ പോലെ നിൽക്കാറുള്ളത്. ഇവൾ ഉറങ്ങാത്തത് കൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുളത്തിൻ്റെ സൈഡിലോട്ട് പോയി. അപ്പോൾ അവിടെയും തൊഴാനുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇവളിങ്ങനെ വെള്ളം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. നല്ല വെള്ളവും ഉണ്ട് ഇപ്രാവശ്യം. അന്ന് നമ്മൾ വരുമ്പോൾ വെള്ളം കുറവായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. എല്ലാവരും തൊഴാൻ പോയി. ഞങ്ങളിങ്ങനെ ഇവിടെ വെള്ളവും കണ്ട് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഹസ്ബൻഡും കുറേ സമയമായി ആ വെള്ളം നോക്കുന്നുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളും പോയി തൊഴാൻ വേണ്ടിയിട്ട്. നേരത്തെ കുറേ സമയം ഇങ്ങനെ വെള്ളത്തിനെ തന്നെ നോക്കുന്നുണ്ടായതായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചില്ല ഇവളെ ഇറക്കാൻ, ഇവളെ വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ ജസ്റ്റ് നിർത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഓളെ വെള്ളത്തിൽ ഇറക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പിന്നെ ഇവൾക്ക് അങ്ങനെ വലിയ തണുപ്പൊന്നും ഫീൽ ആവില്ല. കാരണം വൈകുന്നേരമൊക്കെ ആവുമ്പോൾ ഇവളുടെ മേലൊക്കെ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കഴുകാറ്. പൈപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ് ആ സമയത്ത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പപ്പ വന്നു. പപ്പൻ്റെ കയ്യിൽ പോകാൻ വേണ്ടിയിട്ട് ഓളിങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം പപ്പൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. ഇങ്ങനെ ഫുള്ള് നോക്കിയിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ആക്കും. ഇപ്പോൾ ഇവളാദ്യം വിചാരിച്ചത് ഞാൻ ഫോട്ടോ എടുക്കുന്നുള്ളതാണെന്നാണ്. അപ്പോൾ ഇവളെ ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അവിടെ ഫുള്ളിങ്ങനെ കുട്ടികളിൽ ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ആൾ നേരെ ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ശരിക്കും. അപ്പോൾ അവിടെയുള്ള ചിത്രമൊക്കെ ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോറ് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പൂജ കഴിഞ്ഞിട്ടാവണം ചോറ് കൊടുക്കണമെങ്കിൽ. ഒരിക്കൽ എന്തോ സ്വിച്ചൊക്കെ ഓഫായി. അപ്പോൾ ഫുൾ ഇരുട്ടുമായി. ഇതാണ് കുരുത്തക്കേട്. അതെന്തോ സാധനം ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ട് അതിനെ ചിള്ളുന്നുള്ളതാണ്. പിന്നെ ഓളിങ്ങനെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെ കയറണം. നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ചോറ് കൊടുക്കുന്ന സമയത്ത് ഓൾ നല്ല മൂഡിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓൾ അങ്ങനെ തന്നെ ഉറങ്ങാൻ വിട്ടു. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാനുള്ളവർ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ 4-5 കുട്ടികൾ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവളാണെങ്കിലോ എണീക്കുന്നൊന്നുമില്ല. എത്ര വിളിച്ചിട്ടും ഓൾ എണീക്കുന്നില്ല. കുറേ ആൾക്കാരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്തിട്ടും ഓള് അനങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ ചെറിയ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ മതി, അപ്പോൾ ഓൾ അറിയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല.
അമ്മയും ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ വിളിക്കുന്നുള്ളതാണ് ഓളെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഓള് തുറക്കുന്നൊന്നും ഉണ്ടായിട്ട, ഉറങ്ങി വീഴുന്നുണ്ടായിരുന്നു ഓള്. എന്നിട്ട് പിന്നെ എങ്ങനെയോ എണീച്ചു. അപ്പം എന്താ, ആദ്യത്തെ ചോറൂണ് ഉറങ്ങിക്കൊണ്ടായിരുന്നു ഓള് കഴിക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾ സെറ്റായി, പിന്നെ നല്ല ഉറക്കമൊക്കെ തെളിഞ്ഞു. ആദ്യം ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് തന്നെയായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയി. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓൾക്ക് പിന്നെയും ചോറ് കൊടുക്കുന്നുണ്ടായതായിരുന്നു. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ആൾ കുറച്ച് കുറവാണ്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അല്ലെങ്കിൽ വലിയ ക്യൂ ആണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവള് പപ്പൻ്റെ കയ്യിലായിരുന്നു. പപ്പ ഓക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായതായിരുന്നു. ഇവള് വേറെ ഏതോ ലോകത്താണ്, എന്തൊക്കെയോ കാണുന്നത് ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. പ്ലേറ്റൊക്കെ കാണുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇത്. അപ്പോൾ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടാലും പിന്നെന്താ, ഫോട്ടോസ് എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്